വെൽക്കം ടു ആനീസ് കിച്ചൻ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൻ വിത്ത് ആനി. ഇന്ന് ഭയങ്കര സന്തോഷമാണ്. എന്നാന്നറിയാവോ, സാധാരണഗതിയിൽ എല്ലാ ചർച്ചകളും ഒരു വീട്ടിൻ്റെ എല്ലാ പ്രശ്നവും അല്ലെങ്കിൽ ഓരോ വീട്ടുകാരുടെ പ്രശ്നവും ചർച്ച ചെയ്യുന്നത് എപ്പോഴും നമ്മൾ അടുക്കളയിലോ അല്ലെങ്കിൽ അടുക്കളയുടെ കൂടെ ഉള്ള ഒരു ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ പോട്ടെ ഡൈനിങ് ടേബിൾ വരെയാണ് ഈ ചർച്ച എത്തുന്നത് വീട്ടുകാർക്കുള്ളത്. പക്ഷേ പൊതുവേ ഒരു ചൊല്ലുണ്ട്, എന്നാന്ന് വെച്ചാൽ അടുക്കളയിൽ രാഷ്ട്രീയം പാടില്ല എന്ന് പറയും. പക്ഷേ ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിലുണ്ടല്ലോ, ഇന്ന് ഒരു രാഷ്ട്രീയക്കാരനാണ് വരാൻ പോകുന്നത്. പക്ഷെ അത് ആരാ എന്താണെന്നൊന്നും ഞാൻ പറയുകയില്ല. ഒത്തിരി എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇവിടെ വരാൻ പോകുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇന്ന് അധികം നമ്മൾ തമ്മിൽ വർത്താനം പറഞ്ഞ് നേരം കളയുകയില്ല. അതിനുവേണ്ടി ഞാനൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് പേരെന്താന്ന് വെച്ചാൽ അതൊന്നും എനിക്കറിയാൻ മേല. ജിഞ്ചർ ചിക്കൻ എന്നുള്ള പേരിട്ടിട്ട് അതിനെ അത് വെച്ച് കമ്പയർ ചെയ്യരുത്, ആ ഡിഷുമായിട്ട് കമ്പയർ ചെയ്യരുത്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അതിന്റെ ഫാമിലി പെട്ടെന്നാ, പക്ഷെ അതിനൊരു പേര് നിങ്ങൾ തന്നെ ഇട്ടു. ഇത് ഞാൻ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മുടെ തന്നെ ഒരു കേരളീയ ടച്ചും ഒക്കെ കൊടുത്തേച്ചാൽ ഞാൻ ഇതിന് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പേര് അങ്ങനെ കണ്ടുപിടിക്കാനുള്ള നേരം കിട്ടിയില്ല, അതുള്ള സത്യം പറയാമല്ലോ. ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്നാണെന്നറിയാവോ, കുറച്ച് ഒരു 2 സവാള അരച്ചെടുത്തതാണ് ഇത്. പിന്നെ വേണ്ടിയത് ഇച്ചിരി കടുക്, പിന്നെ ഉള്ളത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാന്നല്ലേ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇച്ചിരി ചതച്ച മുളകും വേണം. പിന്നെ ഉള്ളത് ഇത് ജീരകപ്പൊടി. പിന്നെ വേണ്ടിയത് കുറച്ച് ടൊമാറ്റോ പ്യൂരയാ. ഇത് നമ്മൾ തക്കാളി അരച്ചെടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാനായിട്ട് ടൊമാറ്റോ പേസ്റ്റ് കിട്ടും, അത് മേടിച്ച് വെച്ചാലും മതി. ഏറ്റവും എളുപ്പം നമ്മുടെ ഫ്രിഡ്ജിൽ എപ്പോഴും തക്കാളി കാണും, അത് 2 എടുത്ത് അരയ്ക്കുക. ഇതിപ്പോൾ 1 കിലോ കോഴി കാണുവേ. ഇതിനിപ്പോൾ ഒരു 2 സ്പൂണോളം ഇഞ്ചി വേണം ചതച്ചത്. പിന്നെ ഉള്ളത് വെളുത്തുള്ളി. അത് എപ്പോഴും 3 ടീസ്പൂൺ കണക്കാക്കിയാൽ മതി. അപ്പോൾ അത് അധികം എന്നാ പറയുക, കൂടുതലോ കുറവോ എന്നേലും പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റുകയില്ല. 1.5 കണക്കാക്കി എടുക്കുകയെങ്കിൽ അതിന് ഏറ്റക്കുറച്ചിൽ വരികയില്ല. പിന്നെ വേണ്ടിയത് കുറച്ച് പച്ചമുളക, ഇത് കുറച്ച് ഗരം മസാല, പിന്നെ ഇച്ചിരി മല്ലിയില, ഇത് കുറച്ച് കസൂരി മേത്തിയ. ഇനി ഇത് ഇച്ചിരി ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരു ഇഞ്ചി ഇച്ചിരി ജൂലിയനായിട്ട് അരിഞ്ഞു വെച്ചുണ്ട്. അത് ജിഞ്ചർ ചിക്കൻ അല്ലേ, അതുകൊണ്ട് പിന്നെ ഇച്ചിരി ആയിക്കോട്ടെ. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഒരു ചിക്കൻ ഇച്ചിരി മാരിനേറ്റ് ചെയ്ത് വെക്കണം. അത് ഒത്തിരി പൊടി ഇട്ടേച്ചൊന്നും അല്ല ഇപ്രാവശ്യം മാരിനേറ്റ് ചെയ്യുന്നത്. അത് ഇടാൻ പോകുന്നത് ഒരു ഇച്ചിരി ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമേ ഇതിനകത്ത് ഞാൻ പെട്ടത്തുള്ളൂ. ഒരു 1.5 ടീസ്പൂണാണ്. ഒരു നിറച്ചെടുക്കുവാണെങ്കിൽ കറക്റ്റ് 1 സ്പൂൺ എടുത്തേച്ചാൽ മതി. ഇതിപ്പോൾ 1.5. ഇനി അതേപോലെ തന്നെയാണ് വെളുത്തുള്ളി 1.5. ഇതിനകത്തോട്ട് ചിക്കൻ ഇടുന്നതിന് മുമ്പ് ഇച്ചിരി ഉപ്പിടാം. ആക്ച്വലി ഈ ഡിഷിനകത്ത് മഞ്ഞപ്പൊടി അധികം ഇടുകയില്ല. ഇനിയിപ്പോൾ അഥവാ അതൊരു ചിലർക്ക് അത് ഇഞ്ചി മഞ്ഞപ്പൊടി ഒന്നും ഇടാതെ കോഴീനകത്തെ അണുക്കളൊക്കെ പോവുമോ എന്നൊക്കെ പല ചോദ്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഉള്ളവർക്കാന്നേലും ഒരു ഇച്ചിരി ഇട്ടോ എന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാ. ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഈ ഉള്ളതൊക്കെ എളുപ്പ വഴിയാട്ടോ ഇത്. പക്ഷേ ടേസ്റ്റ് നല്ലതാ. ദൈവം അനുഗ്രഹിച്ച് ഏട്ടനും പിള്ളേരും ഒന്നും പറഞ്ഞില്ല. ഇനിയിപ്പോൾ അവർ എന്നാ പറയാനാ, ഒന്നും ഇല്ലാത്തതുകൊണ്ട് കഴിച്ചു എന്നൊന്നും ആരും വിചാരിക്കരുത്. ദൈവാനുഗ്രഹിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. പക്ഷെ നന്നായി വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ പ്രേക്ഷകർക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരാമെന്ന്. എളുപ്പ വഴിയുള്ള പണിയാണ് ഏറ്റവും നല്ലത്. എന്നാൽ രുചിയായിട്ടൊരു ഭക്ഷണം കിട്ടുവാന്നേലോ, നല്ലതല്ലേ. ഇനി എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേന് ഈ അരച്ചു വെച്ചേക്കുന്ന ഉള്ളി അതിനകത്തോട്ട് ഇടുക. ഇതൊരു ഇച്ചിരി ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്ക് അടുത്തത് ചേർക്കാം. ഇത് ഒത്തിരി എളുപ്പമുള്ള, വലിയ മെനക്കെട്ട പരിപാടിയൊന്നുമില്ല. ചിക്കനകത്തോട്ട് ഇച്ചിരി ഉപ്പ് ചേർത്തായിരുന്നു. ഇത് ഇനി ഇച്ചിരി മുരിക്കാൻ ഇച്ചിരി പെട്ടെന്ന് വാടി വരാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പ്. ഇതൊരു ഇച്ചിരി നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടി ഇടണം. 1 കിലോയ്ക്ക് 4 ടീസ്പൂൺ ആ കണക്ക്. പക്ഷേ ഇവിടെ നമ്മൾ കുറച്ച് ചതച്ച മുളകും കൂടെ ചേർക്കുന്നുണ്ട്, അത് കണക്കാക്കി ചേർത്തേച്ചാൽ മതി. എന്നാലും ഇതൊരു തീരെ കുഞ്ഞി സ്പൂണാണ്, അതുകൊണ്ട് ഞാൻ 4 സ്പൂൺ ഇടുക. ആ പച്ചശോഭയൊന്ന് മാറിയേച്ച്
അടുത്തത് നമ്മൾ കുറച്ച്, അതായത് ഒരു 2 ടീസ്പൂൺ ഇട്ടാൻ പറ്റുക. ടീസ്പൂൺ അല്ല, ഇത് ചെറിയ സ്പൂണാ, അതിനൊരു 2 സ്പൂൺ. ഇതിന്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ജീരകപ്പൊടി, അതും കൂടെ ആ പൊടിയുടെ കൂടെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ വേണ്ടേ ഈ ടൊമാറ്റോ പ്യൂരി അങ്ങ് ഒഴിച്ചു വന്നേ. ഇനി ഈ തക്കാളി അരച്ചതിൻ്റെ തക്കാളിയുടെ ഒരു പച്ചയില്ലേ, റോ സ്മെല്ല്, അതൊന്ന് പോണം. ആ തക്കാളി ഒന്ന് വേവണം. അപ്പം എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെയുള്ള ഒരു വെള്ളമുണ്ട്, അതൊന്ന് പറ്റിയേച്ച് എണ്ണയൊന്ന് നമ്മൾ ഒഴിച്ച എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വരും. അതാ അതിൻ്റെ ഒരു പരുവം. ഇനിയിപ്പോൾ ടൊമാറ്റോ ഇല്ലാന്നുണ്ടെങ്കിൽ, ടൊമാറ്റോ പേസ്റ്റും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ കയ്യിൽ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ ഒഴിക്കാം. പക്ഷേ ഇത് ഇത്ര ഒഴിക്കരുത്. നമ്മൾ 1 കപ്പ് ഫുള്ളായിട്ടൊന്നും കെച്ചപ്പ് എടുത്ത് ഒഴിക്കരുത്. ഒരു വലിയ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചേച്ചാൽ മതി. ബാക്കി വെള്ളവും ചേർക്കുക. ഇച്ചിരി ഇച്ചിരിയായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. ഈ എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഈ കോഴിയെ അങ്ങ് ഇടാം. കോഴിയിൽ ഉപ്പ് പുരട്ടിയിട്ടുണ്ട്, ഉള്ളി മൂക്കാനായിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് പിന്നെ ഗ്രേവി നോക്കിയേച്ചേ ഇടാവുള്ളൂ. പിന്നെ ഒരു സാധനം എന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മൾ ഫ്ലേവറിങ്ങിനാണ് കുറച്ച് ഗരം മസാല ഇടാന്ന് പറഞ്ഞ്. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് കോഴിയിൽ ഒരു ഇച്ചിരി മസാലയൊക്കെ പിടിക്കണ്ടായോ, അന്നേരം പിന്നെ ഒരു ഇച്ചിരി ഇടുന്നോണ്ട് തെറ്റൊന്നുമില്ല. തക്കാളിയുടെ വെള്ളം എല്ലാം പറ്റിയേച്ച് ഇപ്പൊ വേണ്ട സൈഡിലൊക്കെ എണ്ണ അങ്ങ് തെളിഞ്ഞു വരുക. അപ്പൊ ഈ സമയത്ത് ഞാൻ ആ പുരട്ടി വെച്ചേക്കുന്ന കോഴി അധികം ഒന്നും പുരട്ടി വെച്ചിട്ടില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി മല്ലിയിലയും, കാര്യം ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടി മാത്രമാ, കുറച്ച് കസൂരി മേത്തിയും കൂടെ ഇടുക. ഇനി വാങ്ങാൻ നേരം ഒരു ഇച്ചിരിയും കൂടി ഇടണം. ഇതിന് വെച്ച് സ്പ്രിംഗ് ഓണിയൻ അല്ല ഇടുന്നത്, മല്ലിയിലയും കസൂരി മേത്തിയാണ് ഇടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ജിഞ്ചർ ചിക്കനെക്കാട്ടിലും ഒരു ഇച്ചിരി വ്യത്യാസമായിട്ടാണ് ഈ ഉണ്ടാക്കുന്നത്. ഇതൊരു ഇച്ചിരി നല്ല മസാല ചിക്കനേൽ അങ്ങ് നല്ലോണം പിടിച്ചിട്ടുണ്ടേ. ഇനി എന്നാന്നറിയാവോ, നമുക്കിവിടെ നേരം ഇല്ലാത്തോണ്ടാ, അല്ലെങ്കിൽ നമ്മൾ ഈ ചിക്കൻ്റെ വെള്ളം, ഊറുന്ന വെള്ളം തന്നെ മതിയാവും ഇത് വേവാനായിട്ട്. പക്ഷെ നമുക്ക് നേരം ഇല്ലാത്തോണ്ട് ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഇതിനി വേവാൻ വെക്കുന്ന സമയത്ത് ഇനി ഒരു കാര്യം കൂടെ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ, ഒരു 2 പച്ചമുളക് കീറണ്ട, അങ്ങനെ തന്നെ ഇട്ടേച്ചാൽ മതി. ആ ഇറങ്ങുന്ന എരിവ് മതി. കാര്യം മുളക് പൊടിയും നമ്മുടെ ഈ വറ്റൽ മുളക് ചാച്ചതൊക്കെ ഇട്ടേക്കുമല്ലേ, അതുകൊണ്ട് ഒത്തിരി അങ്ങ് എരിവ് കയറണ്ട. തൽക്കാലം ഇതിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് മാത്രം വന്നേച്ചാൽ മതി. ഇതിനകത്ത് അരിയുടെ എരിവ് ഇറങ്ങണ്ട. അതും 2 ഇട്ടു. ഇട്ടേച്ച് ഇതങ്ങ് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇത് മാത്രമേ ഉള്ളൂ ചിക്കൻ കറി. ഒത്തിരി എളുപ്പമല്ലേ? എന്നാന്നറിയോ, പിന്നെ നമ്മൾ വാങ്ങാൻ നേരം ഇച്ചിരി കസൂരി മേത്തി 3/4 വെന്ത് കഴിയുമ്പോഴത്തേന് കുറച്ച് കസൂരി മേത്തിയും കുറച്ച് ബാക്കി ഇരിക്കുന്ന മല്ലിയില ഇടുക. പിന്നെ വാങ്ങി നമ്മൾ പ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ജൂലിയനായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും കൂടെ ചേർക്കുക. അത്രേ ഉള്ളൂ. ഇതിനകത്ത് വലിയ എന്താ പറയുക, ഭാരം പിടിച്ച പണിയൊന്നുമില്ല. ഇതിപ്പം ചപ്പാത്തിക്ക് പോവും, ചോറിന് പോവുകയല്ല അധികം. കാര്യം ജീരകമൊക്കെ ഇട്ടായതുകൊണ്ട് നമുക്ക് അധികം അത് ഇഷ്ടപ്പെടുകയല്ല. ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഗീ റൈസ് നല്ലതാ, അപ്പത്തിന് നല്ലതാ, ദോശയ്ക്ക് നല്ലതാ. ഏകദേശം നമ്മുടെ നാട്ടിലുള്ള എല്ലാ സൗത്ത് ഇന്ത്യൻ ഡിഷസിനും നല്ലതായിട്ട് ചേരുന്ന ഒരു സാധനമാ. അപ്പൊ ഇനി ഇതിന് അധികം പണിയൊന്നുമില്ല. ആ 2 സാധനം കൂടെ ചേർക്കണം മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുറച്ചൊരു ഞാൻ പറഞ്ഞില്ലേ ഫ്ലേവറിങ് ആയിട്ട് കുറച്ച് കസൂരി മേത്തി ഇടാം. ഞാനൊരു 3/4 വെന്തപ്പത്തേക്ക് ഗരം മസാല ഇച്ചിരി കൂടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു ഡെക്കറേഷനായിട്ട് മാത്രമേ നമ്മൾ ഇഞ്ചി ഇടുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇടാം. മല്ലിയില ഞാൻ ഇട്ട് തരാം. ദൈവമേ, ചുമ്മാണോ നമ്മുടെ വീട്ടുകാരൊക്കെ പറയുന്നത് രാഷ്ട്രീയം അടുക്കളയെ പാടില്ല എന്ന് പറയുന്നത്? നിങ്ങളെല്ലാരും ഇങ്ങനെ പേടിപ്പിച്ചോണ്ടൊക്കെ സത്യം കേട്ടോ. ഞാൻ ഇതുവഴി വരും എന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. സാധാരണഗതിയില് നമ്മൾ കോട്ടയംകാർക്ക് ഉണ്ട് ആ സ്വഭാവം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യമായിട്ട്. ചോദിച്ചോണ്ടോ ഇട്ടോ ആ ഇടുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല പാചകം ചെയ്യുന്ന ആളാണോ? ഞാൻ ചെയ്തോണ്ടിരുന്നേ. ആ അടുക്കള പണിയൊക്കെ ചെയ്യോ?
ഡൽഹിയിലായിരുന്നപ്പോൾ ഞാൻ തന്നെയായിരുന്നു ഇടയ്ക്ക് കുക്കിംഗ്. ഓ അത് ശരിയാ. ലോയ്ക്ക് പഠിക്കുമ്പോ ലോയ്ക്ക് ശേഷം അതിന് സിവിൽസ് ഒക്കെ പഠിക്കുമ്പോഴുള്ള സമയത്തുള്ള തന്നെ പാചകം. അപ്പൊ അമ്മയെ വിളിച്ച് ചോദിച്ചാണോ എല്ലാം ചെയ്യുന്നത്? എനിക്ക് ആ പടം ഒരു സാധനം ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ. ചിക്കൻ കറി ആയിരിക്കും, അല്ലെ മോര് കാച്ചതായിരിക്കും, ഗീ റൈസ് അതിന് കൂട്ടത് അത് മാത്രമേ കഴിക്കാറുള്ളൂ യൂഷ്വലി. എനിക്കതാ ഇഷ്ടം. അതിനകത്ത് എന്തായാലും മല്ലിയില ഇടണമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇടുന്ന സ്റ്റൈലൊക്കെ കണ്ടപ്പോ ഭയങ്കര ഏതാണ്ട് കുക്കിംഗ് ഉണ്ട്. വീട്ടിൽ വരുമ്പോഴത്തേന് അടുക്കളക്കറി അമ്മയെ സഹായിക്കുകയല്ലേ? നേരെ എവിടെയല്ലേ? അത് കുറവാ. അതിനെക്കാട്ടില് അമ്മയുടെ പുന്നാര മോനായിട്ട് അമ്മ ഉണ്ടാക്കി തരുന്നതൊക്കെ കഴിച്ചേച്ചിരിക്കുന്നതാണോ ഇഷ്ടം? കറക്റ്റാ. അതല്ലേ. അപ്പൊ അമ്മയുടെ ഒരു പ്രിയപുത്രൻ. അത് ചെറുപ്പം തൊട്ടേ എനിക്കൊന്ന് 2 സഹോദരിമാർക്ക് ഒരു ആങ്ങള. അപ്പൊ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒത്തിരി പാമ്പേർഡ് അല്ലേ? എന്റെ ഗ്രാൻഡ് മദർ, എന്റെ മദറിന്റെ സിസ്റ്റർ ഉണ്ടാകും ഞങ്ങളുടെ അടുത്ത്. അപ്പൊ അമ്മച്ചിയാ ഞങ്ങളെ വളർത്തിയത്. അപ്പൊ അമ്മച്ചി കുക്കിംഗ് പോകുമ്പോ ഞാൻ ചെറുപ്പം തൊട്ടേ കുക്കിംഗ് ഉണ്ട്. ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും. അന്നേ ഫ്രൈഡ് റൈസ് ബോയിൽ ചെയ്യാത്ത റൈസ് എടുത്തിട്ട് വറക്കും. ഇപ്പൊ മനസ്സിലായി. അപ്പൊ അങ്ങനെ അന്നേ ഒരു ലക്ഷ്യമുണ്ട്. ഈ ഫ്രൈഡ് റൈസ് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നെയ്ച്ചോറ്, ഫ്രൈഡ് റൈസ്, ഇതൊക്കെ. ബാക്കി നോൺ വെജ് ഒന്നും ഉണ്ടാക്കത്തില്ല. ഇല്ല, അങ്ങനെ അതല്ല പാടുള്ള പരിപാടിയല്ല. പാടുള്ള പരിപാടിക്ക് ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന മേഖല എളുപ്പാന്നോ? അല്ലല്ലോ. അല്ല, അത് പിന്നെ നമ്മള് കൂട്ടത്തിൽ പോകുന്ന കണ്ടു വളർന്നു എല്ലാം ഒരുമിച്ച് അങ്ങ് പോകും. അപ്പൊ അത് എളുപ്പാ അല്ലേ? എന്തായാലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ പറഞ്ഞു എന്റെ പ്രേക്ഷകരോട്, ഇന്ന് എന്റെ അടുക്കളയിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയക്കാരൻ വരുന്നത്. അതും ഇത്രയും ഞെട്ടിച്ചോണ്ട് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. കുടുംബകാര്യവും സഹോദരികളെ കുറിച്ചും രാഷ്ട്രീയത്തെ കുറിച്ചും അപ്പനെ കുറിച്ചും ഒക്കെ ഒത്തിരി വിശേഷം. നമുക്ക് അങ്ങോട്ട് ഇന്ന് എത്താൻ പറഞ്ഞു.